എൻ്റെ ഈ കാർട്ടൂൺ ജീവിതത്തിൽ എനിക്ക് സന്തോഷം തരുന്ന കുറേ സംഭവം കൂടെ പറയാം. അടൂർഭാസിയുടെ അനിയൻ പത്മനാഭൻ നായർ, പത്മൻ സാർ, മനോരമ വീക്കിലിയുടെ ഒരു എഡിറ്ററാണ്. മെയിൻ എഡിറ്റർ KM തരകൻ സാർ, പ്രൊഫസർ KM തരകൻ. അപ്പോൾ ഈ അടൂർഭാസിയായിട്ട് എനിക്ക് ചെറിയ ബന്ധമുണ്ട്. ബന്ധമെന്ന് വെച്ചാൽ അടൂർഭാസി എൻ്റെ ചിറ്റപ്പൻ്റെ കൂടെ പഠിച്ചതാണ്. ചിറ്റപ്പൻ NP കമ്മത്ത്, അദ്ദേഹം പഞ്ചായത്ത് ഓഫീസറായിരുന്നു. ഈ അടൂർഭാസിയുടെ ചേട്ടൻ ചന്ദ്രാജി എൻ്റെ അച്ഛൻ്റെ കൂടെ പഠിച്ചതാണ് അടൂർ ഗവൺമെൻറ് സ്കൂളിൽ. അപ്പം ഞങ്ങളെ അറിയാം. ഈ പത്മസാറിന് അച്ഛൻ്റെയും ചിറ്റപ്പൻ്റെയും കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ ചെങ്ങന്നൂർ ജോലി സംബന്ധമായിട്ട് ജോലി ചെയ്യുക. ഞങ്ങളൊരു 5-6 പേര് ചേർന്ന് റൂമെടുത്ത് ഒരു വീടെടുത്ത് ഒരു പാചകക്കാരനെയൊക്കെ വെച്ച് ഞങ്ങൾ ജീവിക്കുകയാണ്. അപ്പം വെള്ളിയാഴ്ച വീട്ടിൽ വരും, ഞായറാഴ്ച രാവിലെ അല്ലെങ്കിൽ ഞായറാഴ്ച രാത്രി ചെങ്ങന്നൂരിന് പോകും. അപ്പോൾ ഒരു ദിവസം ഒരു 7 മണിയായപ്പോൾ ഞാൻ ചെങ്ങന്നൂർ പോകാൻ അടൂർ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ നിൽക്കുന്നു പത്മസാറ്. അപ്പോൾ പത്മസാറ് കോട്ടയത്തിനാണ്. ഞാനും ആ ബസ്സിൽ കയറി ചെങ്ങന്നൂർ വരെ എനിക്ക് ആ ബസ്സിൽ പോകാം. അപ്പോൾ ഞാൻ തൊട്ട് പറയിരുന്നു. ഞാൻ പറഞ്ഞു, സാർ ഞാൻ കാർട്ടൂണിസ്റ്റ് ബാലു. എനിക്കറിയാം, കാണാറുണ്ട്. ഞാൻ പറഞ്ഞു, പറക്കോട് കമ്മത്തിൻ്റെ മകനാണ്. വിളി ഉടനെ ചോദിച്ചു, മൂത്ത കമ്മത്തോ ഇളയ കമ്മത്തോ? ഞാൻ പറഞ്ഞു, മൂത്ത കമ്മത്തിൻ്റെ ഇളയ മോനാണ്, ചിറ്റപ്പനാണ് പത്മനാഭ കമ്മത്ത്. സാറിൻ്റെ കൂടെ പഠിച്ചായിട്ടൊക്കെ എനിക്കറിയാം. പറയിരിക്കാതെ ഇങ്ങോട്ട് പോ എന്ന് പറഞ്ഞ് എന്നെ കൂടെ ഇരുത്തി. അപ്പം ഞാൻ പറഞ്ഞു, സാർ എൻ്റെ കയ്യിലൊരു ആശയമുണ്ട്, മാതൃ വീക്കിലിയിലേക്ക് പറ്റുമോ എന്ന്. പറ. അപ്പം ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ പലരെയും കാണുമ്പം മനസ്സിൽ ഒന്ന് വിചാരിക്കും, പുറത്തൊന്ന് പറയും. വീട്ടിലാരെങ്കിലും വിരുന്നുകാർ വന്ന ഉടനെ എത്ര നാളായി കണ്ടിട്ട്, കയറുക എന്നൊക്കെ പറയും. പക്ഷെ മനസ്സ് വിചാരിക്കും, ഈ ദരിദ്രവാസികൾ വന്ന് ശല്യമായല്ലോ. അപ്പോൾ അത് കറുത്ത പ്രതലത്തിൽ വെളുത്ത മഷി കൊണ്ട് വരയ്ക്കുക. പുറത്ത് പറയുന്നത് സാധാരണ പോലെ വെള്ളയിൽ കറുപ്പ് മഷി. ഈ ആശയം പറയുമ്പോൾ സാറ് പറഞ്ഞു, അത് കൊള്ളാമല്ലോ, 1-2 ഐഡിയയുടെ പറ. ഞാൻ പറഞ്ഞു, ഡോക്ടർ ഒരു രോഗിയെ പരിശോധിക്കുന്നു, ഒന്നും പേടിക്കണ്ട കേട്ടോ, എല്ലാം സുഖമാവും എന്ന് പറയുന്നു. മനസ്സിൽ വിചാരിക്കുന്നു, അടുത്ത ആഴ്ച നീ തട്ടിപ്പോകൂടാ. അപ്പം ഈ പങ്ക്തിയാണ്. അപ്പോൾ ഞാൻ ഇട്ട പേര് പറയുന്നതും പറയാത്തതും എന്ന് പറഞ്ഞാണ് ആ പങ്ക്തിക്ക് ഞാൻ പേരിട്ടത്. അപ്പോൾ എന്നോട് ചോദിച്ചു, എവിടെയാണ്? ഞാൻ പറഞ്ഞു, ഇന്ത്യൻ ബാങ്കിൽ ചെങ്ങന്നൂർ പറഞ്ഞില്ല. തനിക്ക് നാളെ ഓഫീസിൽ പോകണം. ഞാൻ പറഞ്ഞു, പോകണം. ലീവ് എടുക്കാൻ പറ്റുമോ? പറ്റും. ഒരു കാര്യം ചെയ്യും, നാളെ ഓഫീസിൽ പോകണ്ട, നേരെ കോട്ടയത്ത് പോവാം. കോട്ടയം വീക്കിലിയുടെ ഓഫീസുണ്ട് അവിടെ. മനോരമ പത്രത്തിൻ്റെ അല്ല, എതിർവശത്ത് ഒരു നടക്കുമ്പോൾ ഒച്ചയുണ്ടാകുന്ന തടി ഏണികളുള്ളൊരു കെട്ടിടമാണത്. അവിടെ വരണം. തരകൻ സാറുണ്ടാവും, ഞാനുണ്ടാവും. നമുക്ക് ഒരു 10-20 ആശയങ്ങളുണ്ടാക്കിയിട്ട് നമുക്ക് ഉടനെ ഈ പങ്ക്തി തുടങ്ങാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ബാങ്കിൽ നിന്ന് വീട്ടിൽ നിന്ന് ചെങ്ങന്നൂരിൽ നിന്നൊരു 10-10:30 ആയപ്പോൾ അവിടെ ചെന്നു. എന്നോട് പറഞ്ഞു, 10:30 കഴിഞ്ഞ് വന്നാൽ മതി. അപ്പോൾ മനോരമ വീക്കിലി ആയതുകൊണ്ട് രാവിലെ തന്നെ അവിടെ എഡിറ്റോറിയൽ ബോർഡുണ്ട്. പത്രമാണെങ്കിൽ ഉച്ച കഴിഞ്ഞേ ഉള്ളൂ, 3-3:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത് വീക്കിലി ആയതുകൊണ്ട് അവിടെ ചെന്നു. ഞാൻ ചെന്നപ്പം രസകരമായ കാര്യം, തരകൻ സാറിൻ്റെ മുറിയാണ്. പത്മസാർ എന്നെയും കൊണ്ട് അവിടെ ചെന്നു. അന്നേരം ഉണ്ട് നമ്മുടെ വാണക്കുറ്റി, ഹാസ്യ സാഹിത്യകാരൻ, പിന്നെ വേളൂർ കൃഷ്ണൻകുട്ടി, അവരും ഉണ്ട് അവിടെ. അവൻ തരകൻ സാറ് പറഞ്ഞു, ബാലുവിൻ്റെ ആ പങ്ക്തി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ അതിന് വേറെ പേരിടുക, വാചാ മനസ. സാധാരണ അന്നത്തെ ഒരു ഡയലോഗ് സാധാരണ നമ്മൾ പറയുന്നതാണല്ലോ, മനസ്സാ വാചാ കർമ്മണ. അതിന് പകരം വാചാ മനസ്സ, വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും. അത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ തന്നു, പേനയും തന്നു. അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു 10-25 കാർട്ടൂണിലുള്ള ആശയം ഉണ്ടാക്കി. ഒരിക്കലും മറക്കാനൊക്കാത്തൊരു ജീവിതാനുഭവമാണ്. എന്നിട്ട് ഉടനെ വരച്ചയക്ക് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു 10 അയക്ക്, ബാക്കി 10 പിന്നെ അയക്കാം എന്നൊക്കെ പറഞ്ഞു. 1980 കാര്യമാണിത്. അപ്പം 56 വർഷമാവുന്നു അല്ലേ? 80, 46 വർഷം. അപ്പോൾ ഞാൻ ചൂടോടെ ചെന്ന് പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് കയറി. വൈകുന്നേരം റൂമിലാണല്ലോ താമസിക്കുന്നത്, അവിടെ നിന്ന് കാർട്ടൂൺ വരയ്ക്കുക. ഒരാഴ്ച കൊണ്ട് തന്നെ
ഒരു 8-10 വരച്ചു. എൻ്റേതായ ഒരു ഇതിൽ ഒരു ഷേപ്പിൽ ഒരു വരച്ച് അയച്ചു. ഉടനെ തന്നെ പത്മസാറിൻ്റെ വിളി വന്നു. ഞാനത് പ്രഹ്ലാദനോട് സംസാരിക്കാം എന്ന് പറഞ്ഞൊരു പങ്ക്തിയുണ്ട്, പത്മസാറിൻ്റെ ഒരു പങ്ക്തിയാണ്, ചോദ്യോത്തര പങ്ക്തി. ഞാൻ അതിനകത്ത് കൊടുക്കാം, അതിൻ്റെ മുകളിൽ നിന്ന് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു പരസ്യം വന്നു. മനുഷ്യരുടെ മുഖം മൂടി വലിച്ചു കീറുന്ന ഒരു കാർട്ടൂൺ പങ്ക്തി തയ്യാറാക്കുന്നത് ബാലു, വാച മനസ എന്ന് പറഞ്ഞു വന്നു. പിന്നെ അടുത്ത ആഴ്ച മുതൽ അത് പബ്ലിഷ് ചെയ്തു വന്നു. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അന്ന് 80-ലെ പ്രതിഫലം ഒരു അക്കത്തിന് 25 രൂപ. അപ്പോൾ അത് ആർട്ടിസ്റ്റ് പ്രതാപനോടുണ്ട്. പ്രതാപനാണ് എൻ്റെ തലക്കെട്ട് കൈകൊണ്ട് എഴുതിയതും കാർട്ടൂൺ വന്നത്. 80-ൽ അത് വന്നു തുടങ്ങി. അതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായത്, ഞങ്ങൾ ഡൽഹിയിലൊരു വിവാഹത്തിന് പോവുകയാണ് ട്രെയിനിൽ. ഞങ്ങൾ ഫുൾ ഫാമിലി ഉണ്ട്. അപ്പോൾ കൂട്ടിന് എറണാകുളത്ത് നിന്ന് കിട്ടിയത് PV കൃഷ്ണൻ മാഷെ, കാർട്ടൂണിസ്റ്റ് PV കൃഷ്ണൻ മാഷ്. അദ്ദേഹത്തിന് നേരത്തെ പരിചയമുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ മക്കളും ഒക്കെ ആയിട്ട് സംസാരിച്ച് തമാശയൊക്കെ പറഞ്ഞിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം ഓരോ സ്റ്റേഷനിൽ നിന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം വാങ്ങിക്കും. വിവിധ സംസ്ഥാനങ്ങളിലുള്ള പോകുമ്പോൾ അത് വാങ്ങിക്കും. ഞാൻ നോക്കുമ്പം ഒരു പത്രത്തിൽ വന്ന ഫ്രണ്ട് പേജിലെ പോക്കറ്റ് കാർട്ടൂണല്ല, അടുത്ത എഡീഷനിൽ അത് അവിടുത്തെ ഒരു കാർട്ടൂണിസ്റ്റ് വരച്ചതാണ്. അപ്പോൾ ഇതിങ്ങനെ വാങ്ങിച്ചാൽ അവിടെ ഡൽഹിയിൽ ചെന്നപ്പോൾ ഡൽഹിയിലും വേറെ ആളാണ് വരച്ചിരിക്കുന്നത്, ഇന്ത്യൻ എക്സ്പ്രസ് പത്രം. അപ്പോൾ എനിക്ക് അന്നേരം തന്നെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. കാരണം കൊച്ചി എഡീഷനിൽ അന്ന് പോക്കറ്റ് കാർട്ടൂൺ ഇല്ല. അപ്പോൾ ഞാൻ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്ന ഉടനെ തന്നെ ഒരു 6-7 കാർട്ടൂൺ വരച്ചിട്ട് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലേക്ക് അയച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് SK അനന്തരാമൻ സാറാണ് അതിൻ്റെ ഇവിടുത്തെ പത്രാധിപർ. അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ ആശയം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ വരയ്ക്കുക, നോക്കട്ടെ, വരച്ചയക്കുക, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാം. പിന്നെ ഒരു ലക്കത്തിന് ഒരു കാർട്ടൂണിന് 10 രൂപയെ തരത്തുള്ളൂ, സാമ്പത്തികം മോശമാണ്, അതും പബ്ലിഷ് ചെയ്താൽ മാത്രം, അല്ലാതെ എല്ലാ മാസത്തിലെ 30 ദിവസത്തിനും തരത്തില്ല, എന്തെങ്കിലും മുടങ്ങിപ്പോയാൽ അതിന് പൈസ തരികയില്ല എന്ന് പറഞ്ഞിട്ട് 10 രൂപ. അത് വരച്ചയച്ചു. ആദ്യത്തെ 2 ദിവസം അതിന് തലക്കെട്ടില്ലായിരുന്നു. 3-ാം ദിവസം മുതൽ തന്നെ എന്നും പറഞ്ഞ് OOOH, മനുഷ്യനെ കളിയാക്കുന്ന ആക്കുക എന്ന് പറയത്തില്ലേ, അപ്പോൾ ആ ഒരു ഇതിലാണ് അദ്ദേഹം വരച്ചത്. അപ്പോൾ അദ്ദേഹം തലക്കെട്ട് കൊടുത്തത്. അതും ഒരു അനുഭവമായി. കാരണം നമ്മളിത് തിങ്കളാഴ്ച അയക്കുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു 2 എണ്ണം അയക്കണം, ഒന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വേണം, അപ്പം ഈ 2 എണ്ണം അയക്കുക. അപ്പം രസം എന്ന് പറഞ്ഞാൽ അന്ന് തപാൽ ചെയ്താൽ ഇന്ന് അയച്ച നാളെ കിട്ടും, എവിടെ ആയാലും കേരളത്തിൽ മിക്കവാറും എല്ലായിടത്തും കിട്ടും. തപാൽ ഉരുപ്പടികൾ കുറവായതുകൊണ്ടായിരിക്കാം, ഇപ്പോഴാണെങ്കിൽ 3-ാം ദിവസമേ കിട്ടുള്ളൂ. അപ്പം കിട്ടും. അപ്പം ഫോർട്ട് കൊച്ചി എറണാകുളത്തിനൊരു അന്നത്തെ ഒരു രീതി അനുസരിച്ച് രാവിലെയും ഉച്ചയ്ക്കും ഡെലിവറി ഉണ്ട്, 10:30-ക്കുണ്ട്, പിന്നെ 3:30-ക്ക് വീണ്ടും ഡെലിവറി ഉണ്ട്. അതിപ്പോഴും നമുക്ക് സങ്കല്പിക്കാൻ പറ്റുകയില്ല. അന്നത്തെ കാലം അങ്ങനെയാണ്. കോട്ടയം ടൗണിലും ഉണ്ടായിരുന്നത്. രാവിലെ ഒരു നമുക്ക് തപാൽ വരും, ഉച്ച കഴിഞ്ഞിട്ടും തപാൽ വരും. തപാൽ വരുന്നത് നേരിട്ട് കൊടുക്കുകയല്ല, അവിടെ ബോക്സിലിട്ടിട്ട് പോകും. അപ്പം ഇനി വന്നപ്പോൾ ഒരു ദിവസം എനിക്ക് കോട്ടയം ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചു. ബാലുവിൻ്റെ കാർട്ടൂൺ അവിടെ കിട്ടിയില്ല എന്ന് അനന്തരാമൻ സാർ വിളിച്ചു പറഞ്ഞു. ബാലുവിനെ വിളിച്ചിട്ട് കിട്ടിയില്ല, അതുപോലെ അദ്ദേഹത്തിന് സമയമില്ല, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ മാഡം അയച്ചിട്ടുണ്ട്, ഇപ്പോൾ എൻ്റെ കണക്കിൽ അവിടെ 3 കാർട്ടൂൺ പെൻഡിങ് ഉണ്ട്, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അപ്പോൾ അത്രയും താല്പര്യം അനന്തരാമൻ സാർ എടുത്തു, കാർട്ടൂൺ കിട്ടിയില്ലല്ലോ എന്നൊരു വിഷമം. അടുത്ത ദിവസം കാർട്ടൂൺ അച്ചടിച്ച് വരികയും ചെയ്തു. അപ്പോൾ 3 മാസം ഈ പങ്ക്തി തുടർന്ന് വന്നു. 3-ാം മാസമായപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ബാലു കാർട്ടൂൺ അയച്ചോളൂ, ഞാൻ എൻ്റെ മക്കളെ കാണാൻ ബോംബെക്ക് പോവുകയാണ്, ഇവിടെ ഉള്ളവരത് നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞാണ് ഞാൻ അയച്ചു കഴിഞ്ഞിട്ട് നോക്കുമ്പം വരുന്നില്ല, കാർട്ടൂൺ ഇല്ല. അപ്പോൾ ഞാൻ ലീവ് എടുത്ത് നേരെ ഫോർട്ട് കൊച്ചി ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഓഫീസിൽ ചെന്നപ്പോൾ അന്ന് ഇൻചാർജ് ഒരു എഡിറ്ററുണ്ട്. അദ്ദേഹം പറഞ്ഞു, അത് ഇത്തിരി റിസ്ക്കാണ്, അനന്തരാമൻ സാറിൻ്റെ കൂട്ട് അത്രയും ധൈര്യം എനിക്കില്ല, ഞാൻ ഇൻചാർജ് മാത്രമാണ്,
ഞാൻ ബാലുവിൻ്റെ കാർട്ടൂൺ എല്ലാം കൊടുത്തിട്ട് വല്ല പ്രശ്നം വന്നാൽ എനിക്ക് സമാധാനം പറയാൻ എനിക്കറിയത്തില്ല. അനന്തരാമൻ സാറാണെങ്കിൽ അത്രയും സീനിയറാണ്. അദ്ദേഹത്തിന് അന്ന് തന്നെ 70 വയസ്സുണ്ട്. അദ്ദേഹം മാനേജ് ചെയ്തോളും. അതുകൊണ്ട് ബാലു ക്ഷമിക്കുക. അനന്തരാമൻ സാറ് 2 ആഴ്ച കഴിഞ്ഞ് വരുമ്പോൾ നമുക്കത് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകുന്നു. 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ അനന്തരാമൻ സാറ് വന്നെന്ന് അറിഞ്ഞപ്പോൾ, അദ്ദേഹം ചിലപ്പോൾ ലേഖനം എഴുതാറുണ്ട് അതിനകത്ത്, അനന്തരാമൻ. അപ്പോൾ എനിക്ക് അദ്ദേഹം വന്നെന്ന് അറിഞ്ഞ് ഞാൻ ചെന്ന് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ബാലു അത് ചെറിയൊരു പ്രശ്നം വന്നു. ഞാൻ ആ പങ്ക്തി തുടങ്ങുന്നതിന് മുമ്പേ ഇവിടുത്തെ എഡിറ്റോറിയൽ ബോർഡിലെ പല മുഖ്യന്മാരുടെ അടുത്ത് ഞാൻ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തില്ല. ഞാൻ അവരോട് ചോദിക്കാതെ ഏതാണ്ട് എൻ്റെ ഇഷ്ടത്തിനാണ് അത് തുടങ്ങിയത്. അപ്പം പലർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ സ്വേച്ഛാധിപതിയാണ്. അതുപോലെ ബാലു എന്നുള്ള പേര് കണ്ടപ്പോൾ എസ് കെ അനന്തരാമൻ സാർ അയ്യരാണ്. ബാലു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കസിനാണ്, അല്ല കസിൻ്റെ മോനാണ്. അപ്പോൾ അതിനകത്ത് സ്വജനപക്ഷപാതം കാണിച്ചതാണോ എന്നൊരു സംശയം. അതുകൊണ്ട് ഞാനില്ലാത്ത സമയം നോക്കി അവരതങ്ങ് കിൽഡ് ദ കാർട്ടൂൺ ഫീച്ചർ എന്ന് പറയും. അപ്പോൾ ഇനിയൊരു കാര്യം ചെയ്യുക, ഇനി അത് തുടങ്ങാൻ എനിക്ക് താല്പര്യമില്ല. ഒരു കാര്യം ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് കാർട്ടൂൺ അയക്കുക. ഞാൻ 3 ഓളം കാർട്ടൂൺ അത് കൊടുക്കാം. അതിന് 10 അല്ല 50 രൂപ വെച്ച് തരാം എന്ന് പറഞ്ഞിട്ടാണ് ആ കാർട്ടൂൺ. അങ്ങനെയാണ് ആ കാർട്ടൂൺ പങ്ക്തി ഇല്ലാതാവുന്നത്. മനോരമ പങ്ക്തിയിലെ വാചാ മനസ്സാണ് നിന്നുപോയത് 1980 എൻ്റെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. ഞാൻ പത്രത്തിൽ പരസ്യമൊക്കെ കൊടുത്തിട്ട് ഒരു മിശ്രവിവാഹം വേണം എന്നൊരാഗ്രഹത്തിന് പുറത്ത് ഒരു പരസ്യം കൊടുത്ത് അതിൽ നിന്ന് ഒരാളെ കണ്ടുപിടിച്ച് കാനറ ബാങ്കിൽ ജോലി ചെയ്തിരുന്ന റീത്താമ്മ പോളിനെ ഞാൻ ഒക്ടോബർ 3, 1980 ഒക്ടോബർ 3 രജിസ്റ്റർ മാരേജ് കഴിച്ചു. അപ്പോൾ 2 കുടുംബങ്ങളും ഞങ്ങളോട് എതിർത്തു, ഞങ്ങളെ ഉപേക്ഷിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ അതോടുകൂടി പിന്നെ ജീവിത പ്രാരബ്ധങ്ങളായി. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ആ കാർട്ടൂൺ പങ്ക്തി മുടങ്ങേണ്ടി വന്നു. പക്ഷെ അതിനിടയ്ക്ക് തന്നെ കലാകുമുദിയുടെ ഫിലിം മാഗസിനിൽ ഞാൻ കാർട്ടൂൺ വരയ്ക്കുമായിരുന്നു. എല്ലാ ആഴ്ചയിലും ബാക്കിൽ ഇൻഡോർ ഔട്ട്ഡോർ എന്നും പറഞ്ഞു. അപ്പോൾ അതിലും ഞാൻ സജീവമായിട്ട് ബാങ്കിലെ ജോലിയുടെ കൂട്ടത്തിൽ തന്നെ ആ കാർട്ടൂൺ പങ്ക്തിയും അതിൽ വന്നു. അപ്പോൾ ആലോചിക്കുമ്പോൾ പിന്നെയും ഇനിയും ആ കഥകൾ പറയാം. ബാങ്കിൽ ജോലി ചെയ്തതിൻ്റെ കൂട്ടത്തിൽ 2001 ഞാൻ VRS എടുത്ത് തിരിച്ചു വന്നു. ആ കഥ അടുത്ത എപ്പിസോഡിൽ പറയാം.